ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം. 20ാമത്തെ വയസ്സിൽ 45 വയസ്സുകാരൻ്റെ ഭാര്യയാവുക, 35 50 വയസ്സുള്ള 2 ആൺമക്കൾ ഉണ്ടാവുക. ഞെട്ടണ്ട, ഇത് ജീവിതത്തിലല്ല, സിനിമയിലാണ്. കവയൂർ പൊന്നമ്മ എന്ന മലയാള സിനിമയുടെ അമ്മയായി വാഴ്ത്തപ്പെടുന്ന അഭിനേത്രിയുടെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തൊമ്മന്റെ മക്കൾ എന്ന സിനിമയിൽ കൊട്ടാരക്കര എന്ന 45-കാരന്റെ ഭാര്യയും തന്നെക്കാൾ എത്രയോ പ്രായ കൂടുതലുമുള്ള സത്യന്റെയും മധുവിന്റെയും അമ്മയുമായി സിനിമയിലെ അമ്മ ജീവിതം തുടങ്ങിയതാണ് കവയൂർ പൊന്നമ്മ. ആ അമ്മ വേഷം അവർക്ക് പിന്നീട് അഴിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ജീവിതാവസാനം വരെ സിനിമയിലെ അമ്മയായി തന്നെ അവർ തുടർന്നു. ചിലർക്ക് ചില വേഷങ്ങൾ അസാധാരണമായി ഇണങ്ങാറുണ്ട്. ഒരുപാട് പ്രേക്ഷക പ്രശംസയും അതിലൂടെ അവർക്ക് കിട്ടും. അങ്ങനെ അസാധാരണമായി ഇണങ്ങിയ പ്രേക്ഷക പ്രശംസ നേടിയ അമ്മ വേഷത്തിലൂടെ ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെട്ട ഒരു നടിയാണ് കവയൂർ പൊന്നമ്മ. പിന്നീട് തലമുറകൾ മാറി മാറി അവർ അമ്മയായിക്കൊണ്ടിരുന്നു. പ്രേംനസീറിന്റെ, സുകുമാരന്റെ, സോമന്റെ, ജയന്റെ, മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ ഒക്കെ സിനിമയിലെ അമ്മയായി അവർ മാറി. മലയാള സിനിമയിലെ ഏറ്റവും പ്രൗഢമായ വാത്സല്യജനകമായ അമ്മ മുഖമായി കവയൂർ പൊന്നമ്മ മാറി. അവരുടെ ഗദ്ഗതങ്ങളിലൂടെ, വിലാപങ്ങളിലൂടെ, മുറിഞ്ഞു പോകുന്ന വാക്കുകളിലൂടെ, ഉണ്ണി എന്ന നീണ്ട വിളികളിലൂടെ, മക്കളായ ഒരുപാട് നായക കഥാപാത്രങ്ങളുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രേരക ശക്തിയായി അവർ നിന്നു. തന്റെ അമ്മയുടെ മുന്നിൽ ജീവിതം കൈവിട്ടു പോകുന്നുവെന്ന് വിലപിക്കുന്ന സേതുമാധവന്റെ വേദന പ്രേക്ഷകന്റെ മനസ്സിൽ ഇത്രമാത്രം ആഴ്ന്നിറങ്ങിയത് കവയൂർ പൊന്നമ്മ എന്ന അമ്മയുടെ വിലാപങ്ങളും ഗദ്ഗതകളും അത്ര ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്നതുകൊണ്ടായിരുന്നു. ഒരു ഭ്രാന്തനായി തന്റെ മകനെ തനിക്ക് കാണണ്ട എന്ന അമ്മയുടെ വേദനയാണ് വിഷച്ചോറുള്ള കഴിക്കുന്ന ബാലൻ മാസ്റ്ററേക്കാൾ അത് കൊടുക്കുന്ന അമ്മയുടെ തീരാവേദന നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞത്. ഇങ്ങനെ കവയൂർ പൊന്നമ്മ എന്ന അമ്മയിലൂടെ ശക്തിയാർജിച്ച മക്കളായാണ് മോഹൻലാലും മമ്മൂട്ടിയും, എന്തിന് പ്രേംനസീർ പോലും അവരുടെ താരപ്രഭാവത്തിലേക്കുള്ള വളർച്ചയുടെ ചവിട്ടുപടികളായി മാറ്റിയത്. മലയാള സിനിമയിൽ അവർ ജീവിതകാലം മുഴുവൻ അമ്മയെ തിളങ്ങിയപ്പോഴും അവരുടെ ലാളനകൾ ഭൂരിഭാഗവും ഏറ്റുവാങ്ങിയത് ആൺമക്കൾ മാത്രമായിരുന്നു എന്ന് കാണാം. അവരുടെ സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ രുചി അറിയാൻ പെൺമക്കൾ അപൂർവമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം അവരുടെ പെൺമക്കൾക്ക് കിട്ടിയില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷപാതപരമായ ഒരു സമീപനം അവർക്ക് മക്കളോടുണ്ടായിരുന്നു എന്ന് അവരുടെ കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിലും മലയാള സിനിമ എപ്പോഴും ആൺമക്കളുടെ കൂടെ തന്നെയാണല്ലോ. അത് സിനിമയിലായാലും അതിന്റെ പുറത്തായാലും പെൺമക്കളോടുള്ള വിവേചനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മലയാളിയുടെ മനസ്സിൽ ഒരു അമ്മ രൂപം സൃഷ്ടിക്കപ്പെടുന്നതിൽ കവയൂർ പൊന്നമ്മയുടെ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. സർവം സഹയായ, എപ്പോഴും മക്കളെ പറ്റി ഓർത്തു കഴിയുന്ന, അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന, അവരുടെ ഓർമ്മകളിൽ വീർപ്പുമുട്ടുന്ന, അവരുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്ന ഒരമ്മയായാണ് പലപ്പോഴും പല സിനിമകളിലും അവർ ടൈപ്പ്കാസ്റ്റ് ചെയ്യപ്പെട്ടത്. ചിലപ്പോൾ അപൂർവമായാണെങ്കിലും അമ്മ വേഷങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിലേക്ക് തന്റെ കഥാപാത്രത്തെ കൊണ്ടുപോകാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. MT സംവിധാനം ചെയ്ത നിർമ്മാല്യത്തെ പറ്റി നാം പറയുമ്പോൾ എല്ലാവരും ആ സിനിമയിൽ PJ ആന്റണിയുടെ കോമരം ദേവി വിഗ്രഹത്തിന് മുകളിൽ കാർക്കിച്ച് തുപ്പുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. കോമരൻ ദൈവത്തെ സേവിച്ച് നടന്നപ്പോൾ വീട്ടിലെ അടുപ്പിലെ തീ പുകയ്ക്കാൻ വേണ്ടി, മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തെറ്റായ വഴിയിലേക്ക് നീങ്ങിയ അമ്മയെ എത്ര ശക്തമായാണ് ആ സിനിമയിൽ കവയൂർ പൊന്നമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾ വിശന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ദൈവം ഭക്ഷണം കൊണ്ടെത്തരുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ തളർന്നു പോയ കോമരമാണ് പിന്നീട് ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഷെയ്ഡുകളിലുള്ള അമ്മ കഥാപാത്രങ്ങളെ അപൂർവമായാണ് കവയൂർ പൊന്നമ്മയ്ക്ക് കിട്ടിയത്. അവരുടെ ശബ്ദത്തിലെ സ്വാഭാവികമായ ആർദ്രതയും അഭിനയത്തിലെ ജൈവികതയും വാത്സല്യപൂർണമായ മുഖവും അവരെ എപ്പോഴും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, തന്റെ കുട്ടികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച അമ്മയായി നിലനിർത്തുകയാണ് മലയാള സിനിമ അന്നും ഇന്നും ചെയ്തത്. മലയാള സിനിമയുടെ അമ്മ യാത്രയാണ്. അമ്മയുടെ സാന്നിധ്യം അവശ്യമല്ലാത്ത പുതിയ സിനിമാ കാലത്തിലാണ് മലയാളത്തിന്റെ എക്കാലത്തെയും അമ്മയായ
കവിയൂർ പൊന്നമ്മ യാത്രയാവുന്നത്. മലയാള സിനിമയുടെ മാതൃശൂന്യത കവിയൂർ പൊന്നമ്മയോടുകൂടി പൂർണ്ണമാവുകയാണ്. മലയാള സിനിമ ഇപ്പോൾ അമ്മയില്ലാത്ത അല്ലെങ്കിൽ അമ്മയെ ആവശ്യമില്ലാത്ത കാലഘട്ടത്തിൽ വന്നെത്തി നിൽക്കുമ്പോൾ കവിയൂർ പൊന്നമ്മയുടെ വാത്സല്യപൂർണമായ അമ്മയോർമ്മകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തീർച്ചയായും കമന്റ് ചെയ്യുക. മാത്രമല്ല, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.